എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിച്ചു. എല്ലാ റിസൾട്ടും ഒന്നിച്ചാണ് പ്രസിദ്ധീകരിച്ചത്, ഓരോന്നോരോന്നല്ലായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും നമ്മളോട് കൂടെ ചോദിച്ചൊരു സംശയം തന്നെയാണ്, റീവാല്യൂഷൻ കൊടുക്കേണ്ട ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന്. വിശദമായ അപ്ഡേറ്റിലേക്ക് നടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിച്ചു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം ജയിച്ച് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ ഇനി PG ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം വന്നപ്പോൾ പല വിദ്യാർത്ഥികൾക്കും വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് റീവാല്യൂഷൻ എന്നത്. നിങ്ങൾക്ക് റീവാല്യൂഷൻ പോകാൻ സാധിക്കുന്നതാണ്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, റീവാല്യൂഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കാം. അതായത് നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാല്യൂഷന് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടും, ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഞാൻ പല വിദ്യാർത്ഥികളുടെ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വരുമ്പോൾ പല വിദ്യാർത്ഥികളുടെയൊക്കെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ എനിക്ക് രജിസ്റ്റർ നമ്പർ അയച്ചു തരും. അങ്ങനെ വരുമ്പോൾ റീവാല്യൂഷൻ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നോ ചേഞ്ച് എന്നായിരിക്കും കാണിക്കുക. ചിലർക്ക് എന്ത് ചെയ്യും, ഞാൻ കുറച്ച് പേരുടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെക്ക് ചെയ്ത മിക്കവാറും എന്താണ്, തോറ്റു പോയിട്ട് എങ്ങനെയും ജയിക്കുമെന്ന് അറിയാൻ വേണ്ടി റീവാല്യൂഷൻ കൊടുക്കുന്ന വിധത്തിലുള്ള. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യും, 40 മാർക്കിൻ്റെ എക്സാമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ, അപ്പം 16 വേണം. ചിലർക്ക് 11 12 കിട്ടുകയുള്ളൂ. റീവാല്യൂഷൻ കൊടുത്തുമ്പം എങ്ങനെയും 16 18 ഒക്കെ ആയി പാസ്സായി പോകാറുണ്ട്. അല്ലാത്ത വിദ്യാർത്ഥികളെ നോ ചേഞ്ച് എന്നാണ് കാണിക്കാറ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ റീവാല്യൂഷൻ തന്നെ പോയിക്കോളൂ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും നിങ്ങളുടെ ഡിഗ്രി എന്ന സ്വപ്നം ഇപ്പോൾ 6 സെമസ്റ്ററുകളും വിജയകരമായി പൂർത്തിയാക്കി നിങ്ങളുടെ ഡിഗ്രി എന്ന ആ സ്വപ്നം പൂർത്തീകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഭാവിയിലേക്കുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ പഠിക്കാൻ പോവുകയാണെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, റീവാല്യൂഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ചില പരീക്ഷകളുടെ 25, ചിലതിൻ്റെ 26, ചിലതിൻ്റെ 27 അപ്പോൾ അത് നോക്കി കൊടുക്കുക. അപ്പോൾ ബൈ. മെയ് മാസം 25, 26, 27 ചില പരീക്ഷകളുടെ. ഓക്കെ, ബൈ.